ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മൈൻഡ് റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നിങ്ങൾക്ക് അവരെ വളരെയധികം സ്നേഹമാണ്, അതേസമയം ചില ആശങ്കകളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ നന്നായിട്ട് ഓർക്കുക. നിങ്ങൾ തമ്മിൽ ചിലവഴിച്ച ആ നല്ല നിമിഷങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരിക. അവരെ നിങ്ങളോട് എങ്ങനെയാണോ ഇടപെടുന്നത്, അവര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങൾ നിങ്ങൾ ഓർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ആ ഒരു ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ പുഷ്പമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു മഞ്ഞ കളർ പുഷ്പമാണ്. അപ്പൊ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്ന ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രമായിട്ടുള്ള ആ ഒരു ഓറഞ്ച് കളർ പുഷ്പം തിരഞ്ഞെടുത്ത ആൾക്കാരുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു വ്യക്തിയുടെ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാം, ഇവർ കുറച്ച് വികാര ജീവികളായിരിക്കും. ഇവർക്ക് പ്രേമ സാഫല്യങ്ങൾ ഉണ്ടാകും. കാണാൻ ഭംഗിയുള്ള ആരോടും ഇവർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവരെന്ന് പറയുന്നത്. അതുപോലെ ആരെയും ആകർഷിപ്പിക്കുന്ന പെരുമാറ്റവും ആകർഷകരമായ രൂപ സൗഭാഗ്യവും കിട്ടിയിട്ടുള്ളവർ ആയിരിക്കും ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു പ്രത്യേകത എപ്പോഴും മറ്റുള്ളവരുടെ മധ്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ നല്ല ഊർജ്ജസ്വലത ഉള്ള വ്യക്തികളാണ് ഇവരെന്ന് പറയുന്നത്. ഉദാരമതികളായിട്ടാണ് ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊക്കെ ആണെങ്കിലും ഇവർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ കൂടെയാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ വളരെ പ്രതികാരത്തോടു കൂടി ഇവർ ഇടപെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ ഇവരോട് ഇടപെടേണ്ടത്. അവരുടെ ഇഷ്ടത്തിന് നിൽക്കുന്നവർക്ക് ഇവരിൽ നിന്നും പല പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ സ്വതന്ത്രമായിട്ട് ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തി കൂടെയാണ് ഇവരെന്ന് പറയുന്നത്. കൂടുതലായിട്ട് സമ്പാദിക്കണം എന്നൊരു ചിന്ത ഇവർക്കുണ്ടാവുകയില്ല. പൊതുവെ കാണുന്നത് കൂടുതലും ഇവര് കിട്ടുന്നത് ചിലവാക്കി കളയും എന്നാണ്. അതുപോലെ കുറച്ച് അലസതയും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല സുഖഭോഗങ്ങളെല്ലാം വേണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇക്കൂട്ടര്. അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവഴിക്കാനായിട്ട് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. നമുക്ക് വേണമെങ്കിൽ ധൂർത്ത് വേണമെങ്കിൽ പറയാം. അതായത് കയ്യിൽ കിട്ടുന്ന പൈസ അപ്പോൾ തന്നെ ചിലവഴിച്ച് കഴിയുന്ന ഒരു പ്രത്യേകത ഇവർക്കുണ്ടായിരിക്കും ചില സമയങ്ങളിൽ. ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിക്ക് സ്ഥാനമില്ല എന്നൊരു ചിന്ത, എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞു എന്നൊരു ചിന്ത തന്നെയാണ്. അങ്ങനെ ഒരു ചിന്തയിലാണ് ഇവരിപ്പോഴും നിൽക്കുന്നത്. അടുക്കാനും അകലാനും പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആണ് ഇവരിപ്പോൾ തുടരുന്നത്. അതുപോലെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം വിലമതിച്ചിരുന്നു. ആ ഒരു വ്യക്തി ആ ഒരു പെയിന് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അതായത് വളരെയധികമായിട്ട് ഒരു പെയിൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തെറ്റിദ്ധാരണകൾ 2 പേർക്കും ഉണ്ടായി എന്ന് കാണുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്നതിലുള്ള ശരിയായ സമയത്ത് പറയാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ പറഞ്ഞില്ല. മറ്റുള്ളവർ പറയുന്നത് പലതും തെറ്റായി മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ജീവിതം സേഫ് ആക്കാനായിട്ട് അവർക്ക് ആ ഒരു സമയത്ത് പറ്റിയില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കുറേ പേര് ഈ ബന്ധത്തിന്റെ ഇടയിൽ നിന്ന് പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ശരിക്കും 2 പേരും അകറ്റുന്നതിനായിട്ട് കുറേയേറെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മറക്കുവാനും കഴിയുന്നില്ല.
ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു കരുത്തില്ലായ്മ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുടെ സമ്മർദ്ദമാണ്. ചിലപ്പോൾ അത് പാരൻസ് ആകാം, അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയോ ചില വ്യക്തികൾ അവരുടെ വാക്ക് ധിക്കരിച്ച് പലതും ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റാത്ത ഒരവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബന്ധം വീണ്ടും തുടക്കമിടാൻ പറ്റാത്ത ഒരു സ്ഥിതിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊടുത്ത് അങ്ങനെ ഒരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. അതായത് ആരോ ബ്രെയിൻ വാഷ് ചെയ്ത് അയാളെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത്. അതായത് നിങ്ങളോട് അയാൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ വീണ്ടും അടുക്കാനായിട്ട് വരുമ്പോൾ പല കാരണങ്ങളായിട്ടും അത് മാറിപ്പോവുകയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ മനഃപൂർവ്വമായിട്ടും വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല അയാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളൊരു കുറച്ച് സമയം സംസാരിച്ചാൽ വീണ്ടും അതൊരു വഴക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നത്. അതൊരു സൈക്കിൾ പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആകുന്നില്ല എന്ന ചിന്ത നിങ്ങൾക്ക് തന്നെയുണ്ട്. നിങ്ങൾ എത്ര തന്നെ സപ്പോർട്ട് ചെയ്താലും നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥ, ഇങ്ങനെ ഒരു വിഷമം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു വിഷമം ഒരിക്കലും ഒഴിയില്ല എന്നൊരു സൂചനയാണ് ഇവിടെ കിട്ടുന്നത്. വേദന രണ്ടുപേരും ഒരുപോലെ അനുഭവിക്കുന്നു എന്ന ഒരു സൂചനയും ഇവിടെ കിട്ടുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ പല കാരണങ്ങളാലും നിങ്ങളോട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് അവർ തുടരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കാണുന്നത്. ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ആകർഷണ വലയം എന്ന് പറയുന്നത് ഇപ്പോൾ മധ്യമത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഇവർ നിങ്ങളെ പറ്റി മനസ്സിലാക്കി അങ്ങനെ വരാനുള്ള ഒരു സമയം ഒരുപാട് കഴിഞ്ഞു പോയി. എല്ലാം കൈവിട്ട് പോയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിയും സമയമുണ്ട്, ഒരു അവസരം കൂടി അവർ കാത്തിരിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ടും. എന്നാൽ ചില സമയം ഈ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറപ്പെടുവാനും അതുപോലെ നിങ്ങൾക്ക് നീതി കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എന്ന് നിങ്ങൾ ഓർക്കുക. എന്നാലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച സമയമുണ്ടായിരിക്കാം. എന്നാൽ വീണ്ടും വരികയും വീണ്ടും പഴയതിലും ഇരട്ടിയായിട്ട് സ്നേഹവും ഒക്കെ കാണിക്കുകയും ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒഴിവാക്കാനായിട്ടും കഴിയുന്നില്ല. ആ ഒരു ചിന്തയിലേക്ക് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും പഴയ ആ ഒരു ചിന്തയിൽ, അതായത് വീണ്ടും ഒരുമിക്കാനായിട്ട് പലപ്പോഴും മുൻകൈ എടുത്തിട്ടുണ്ടാവാം. അപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് ഇരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഭാവി നിർണ്ണയിക്കുന്നത്. ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള മഞ്ഞ പുഷ്പമാണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് കുതിച്ച് കയറുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. വിചാരിച്ച കാര്യങ്ങളെല്ലാം അവർ സാധിച്ചെടുക്കാനായിട്ട് പ്രയത്നിക്കുന്നവരും കൂടിയാണ്. അവരുടെ ജീവിതപാത എന്ന് പറയുന്നത് എപ്പോഴും സുഖമുള്ളതായിരിക്കില്ല. വളരെയധികം ദുർഘടങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും, അപകടങ്ങൾ പതിയിരിക്കുന്നതായിരിക്കും. വളരെ കരുതലോടുകൂടി വേണം ഇവരെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടത്. അതുപോലെ തന്നെ എന്തിനേയും നേരിടാനുള്ള ഒരു ധീരത ഇവർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അസാധാരണമായ മനോബലം ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഇവരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇരുചെവി അറിയാതെ ഏത് കാര്യവും സാധിക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തി കൂടിയാണ് ഇവര്. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് കാര്യമായാലും വളരെയധികം ആഴത്തിൽ അതിനെപ്പറ്റി അന്വേഷിച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയും ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതിനുശേഷമൊക്കെ ആയിരിക്കും അവർ തീരുമാനങ്ങൾ നിങ്ങളുടെ കാര്യത്തിലായാലും പല കാര്യങ്ങളിലും എടുക്കുന്നത്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുള്ള ആ ഒരു ആകർഷണ വലയം എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് അകലെ നിൽക്കുകയാണെങ്കിലും അത് വളരെ വേഗത്തിൽ അടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട്.
അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും അത് പറഞ്ഞ് പരിഹരിക്കാനുള്ള, അതുപോലെ തന്നെ അത് കേൾക്കാനുള്ള സാവകാശമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ഈ ഒരു വ്യക്തിയെ മൂന്നാമതൊരാൾക്ക് ബ്രെയിൻ വാഷ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മാറ്റാനോ ഒന്നും സാധിക്കില്ല. സ്വന്തമായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്, സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ലോകത്ത് എല്ലാം തികഞ്ഞ ഒരാളെ കാണാനായിട്ട് നമുക്ക് പലപ്പോഴും കഴിയില്ല. കുറേയൊക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കൂടെ കൂട്ടാവുന്ന ഒരു വ്യക്തി കൂടെയാണ് ഇവരെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഒരാളുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ ഈ ജന്മനായൊക്കെ കിട്ടുന്ന ചില സ്വഭാവങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അതിനെ ശ്രമിക്കുന്നത് വിപരീത ഫലമായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, നിസാര കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കി ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് പറഞ്ഞ് ആ ഒരു വ്യക്തിയുമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കി നിങ്ങളുടെ ജീവിതം തകരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് സമയവും സന്ദർഭവും ഒക്കെ നോക്കി വേണം. പരസ്യമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് തർക്കിക്കാനൊന്നും പോകരുത്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ കൂടെ നിർത്തുന്നത് നിങ്ങൾക്ക് കൂടി അനുകൂലമായിരിക്കും. അതുപോലെ പഴയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കമുണ്ടാക്കുന്നത്, പരസ്യമായിട്ട് നിങ്ങൾ തർക്കിക്കുകയോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അകലാനൊക്കെ ഇടയാകുന്നെങ്കിൽ അത് ശരിക്കും നഷ്ടമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നും പോകുന്നത്. ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇഗ്നോർ ചെയ്ത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കളയാനും ആകില്ല. ആ ഒരു തോന്നല് നിങ്ങൾക്ക് തന്നെയുണ്ട്. പഴയ എന്തോ ഒരു അബദ്ധം പറ്റി നിങ്ങൾക്ക് പിന്നീട് കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വ്യക്തി പോകരുത് എന്ന് നിങ്ങളും വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ മുൻപിൽ വിസിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മുൻപിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അത് വരാനായിരിക്കും. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ബ്രേക്ക് ആകാനുള്ള സാധ്യതകളുമുണ്ട്. നിങ്ങളിലേക്ക് വീണ്ടും നല്ല ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള, ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന ഒരു വ്യക്തി എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ പവിത്രമായിരിക്കും. ഇനി നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു വ്യക്തിയാണ്, നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതെങ്കിലും ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള ഒരു സൂചനയാണ് എനിക്കിവിടെ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഒരു മെസ്സേജ് അയച്ചു നോക്കുക. ഉറപ്പായിട്ടും അവർ നിങ്ങളിലേക്ക് ആകർഷിച്ച് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വ്യക്തി അവർക്ക് മനസ്സിന് ഇണങ്ങാത്ത വാക്കുകളോ പ്രവർത്തികളോ ഒക്കെ കണ്ടാൽ പെട്ടെന്ന് ക്ഷോഭിക്കും. അതിനവർ പ്രതികരിക്കും. ഇവർക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഇവരിലുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് ഇവരെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ചെറിയ കാര്യം കൊണ്ട് തന്നെ ഇവർ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവര് ക്ഷിപ്രകോപികളായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. കഴിവതും ഇവര് ആചാരവും മര്യാദകളും ഒക്കെ കൈവിടാതെ ജീവിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഈശ്വരനിലൊക്കെ ഭക്തി ഉണ്ടായിരിക്കും, വിശ്വാസം ഉണ്ടായിരിക്കും. ഇവരോട് കൂടുതലായിട്ട് എതിർത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല. സന്തോഷത്തോടെ ജീവിക്കുക, സ്നേഹത്തോടെ പെരുമാറുക. ഈശ്വരൻ തന്ന ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒരുപോലെ എല്ലാവർക്കും ഉണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മുന്നോട്ട് പോവുക, അല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. നാളെ ഇന്ന് കണ്ടവരെ കാണുമോ എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അങ്ങനെ ജീവിക്കുന്ന നമ്മൾ വാശിയും വൈരാഗ്യവും എല്ലാം വിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന എല്ലാ ദുഃഖങ്ങളും യൂണിവേഴ്സിന് സമർപ്പിക്കുക. മനസ്സമാധാനത്തോടെ ജീവിക്കുക. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.